നിഫ്റ്റിയിലെ ഓപ്ഷൻ ബൈ എന്താണെന്നും അതെങ്ങനെയാ ചെയ്യാമെന്നും ഞാൻ സിമ്പിളായിട്ട് അതിൻ്റെ തുടക്കം മാത്രം ഒന്ന് പറഞ്ഞുതരാണ്. ആദ്യം നമ്മൾ ചാർട്ടിൽ നിഫ്റ്റിയുടെ കറണ്ട് സ്പോട്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം 24,837 ഇനി നമ്മുടെ ചാർട്ട് നോക്കാനുള്ള കഴിവോ ന്യൂസോ നിങ്ങളുടെ പ്രഡിക്ഷനോ കൊണ്ട് നിഫ്റ്റി മുകളിലോട്ടോ താഴോട്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഞാൻ രണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. മുകളിലോട്ടാണെങ്കിൽ 25,000, താഴോട്ടാണെങ്കിൽ 24,500 ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. രണ്ടും നമുക്ക് കാണാം. ഇനി നിഫ്റ്റി 25,000 എത്തും എന്നാണ് നമ്മുടെ വ്യൂ. അപ്പോൾ എന്താണ് നമ്മൾ എടുക്കേണ്ടത്? കോളാണ് എടുക്കേണ്ടത്. നിഫ്റ്റി 24,800 നിൽക്കണു, 25,000 ആകും എന്ന് പറയുമ്പോൾ നമ്മൾ കോൾ എടുത്തു. നിഫ്റ്റി ഇനി താഴേക്ക് പോകും, നമ്മുടെ വ്യൂ താഴേക്കാണ്, 24,500 ആകും എന്ന് ആണെങ്കിൽ നമ്മുടെ വ്യൂ ആണെങ്കിൽ നമ്മൾ എടുക്കേണ്ടത് പുട്ടെടുക്കുക. നിഫ്റ്റിയിലെ 24,500 പുട്ട്, അതിന് നമ്മൾ പി എന്ന് പറയും. ഇതൊന്നും നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കണം. ഇനി ഉള്ളതാണ് നമ്മൾ നിഫ്റ്റിയിലത്തെ ഒരു ലോട്ട് എന്ന് പറഞ്ഞാൽ 75 യൂണിറ്റ് വരിക. അത് ആദ്യം മനസ്സിലാക്കുക. നിഫ്റ്റി ഒരു ലോട്ട് 75 യൂണിറ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ നിഫ്റ്റി 25,000 ആകുമെന്ന് പറഞ്ഞിട്ടുള്ള ഇപ്പോഴത്തെ കറണ്ട് കോൺട്രാക്ട് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രൈസ് വരുന്നത് 62 രൂപയാണ് ഒരു ലോട്ടിന് വരുന്നത്. ഒരു പ്രീമിയം എന്ന് പറയുന്നത് 62 അപ്പോൾ നിങ്ങൾക്ക് ആകെ ചിലവാവുക 75 × 62 4,650 രൂപ മാത്രമാണ് ഒരു നിഫ്റ്റി 25,000 സി എടുക്കാനുള്ള കാശ് ചിലവാവുള്ളൂ. അതുപോലെ നിങ്ങളുടെ വ്യൂ നിഫ്റ്റി താഴേക്ക് പോകുമെന്നാണെങ്കിൽ 24,500 അതിൻ്റെ വ്യൂ ആണെങ്കിൽ അതിന് നമ്മൾ നിഫ്റ്റിയിലെ 24,500 പുട്ടെന്ന പറയുക, പി എന്ന് പറയും. 24,500 പി. അതിന് ഒരു സ്ട്രൈക്കിന് വരുന്ന പ്രീമിയം എന്ന് പറയുന്നത് 24 രൂപയെ നിലവിലുള്ളൂ. ജസ്റ്റ് ഇപ്പോൾ നോക്കിയാൽ കാണാം. താഴെ പറഞ്ഞ മാതിരി നിഫ്റ്റി സി എടുക്കുകയാണെങ്കിൽ നമുക്ക് ആകെ ചിലവാകുന്ന കാശ് ഒരു ലോട്ട് എന്നുള്ള 75, ഇപ്പോഴത്തെ 25,000 സിയുടെ വില 62 രൂപ. ആകെ 4,650 രൂപ മാത്രമേ നമ്മുടെ കയ്യിൽ നിന്നും പോവാനുള്ള ചാൻസ് ഉള്ളൂ. സീറോ ആയി പോകാൻ വെച്ചാൽ ഈ 62 സീറോ ആയി പോകുമ്പോഴാണ് നമ്മുടെ പൈസ ഫുള്ളായിട്ട് ഇല്ലാണ്ടായി പോവുക. അപ്പോൾ നമുക്ക് ആകെ നഷ്ടപ്പെടുക 4,650. ഇതിൻ്റെ മാജിക് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 62 ഉള്ളത് നാളെ നിഫ്റ്റി കയറുകയാണെങ്കിൽ ഒരു 200-300 പോയിന്റ് കയറുകയാണെങ്കിൽ, അപ്പം അങ്ങനെ ഒരു നിഫ്റ്റി നാളെ ഒരു 300 പോയിന്റ് കയറി കഴിഞ്ഞാൽ നമുക്ക് വാങ്ങാൻ ചിലവായത് നിഫ്റ്റി 25,000 വാങ്ങാൻ ചിലവായതാകെ 75 × 62 4,650 രൂപയാണ്. ഒരു 300 പോയിന്റ് കയറി കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് 300 × 75 ഒരു 20,000 രൂപ ലാഭം കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇതേപോലെ തന്നെ നിഫ്റ്റി താഴേക്ക് പോകുമ്പോൾ നമ്മൾ ആകെ ചിലവാക്കിയത് 24,500 പിക്ക് 75 ലോട്ട് × 24 ആകെ 1,800 ചിലവാക്കിയത്. നമുക്ക് നാളെ നിഫ്റ്റി അപ്പടിച്ച് കയറിപ്പോയി കഴിഞ്ഞാൽ എന്തുണ്ടാവും? ആകെ 1,800. 24 സീറോ ആയി കഴിഞ്ഞാൽ 1,800 ലോസ് വരുള്ളൂ. പക്ഷേ അപ്പായി കഴിഞ്ഞാൽ നാളെ നിഫ്റ്റി താഴേക്ക് വന്നു കഴിഞ്ഞാൽ 300 പോയിന്റ് ലാഭം കിട്ടി കഴിഞ്ഞാൽ നമുക്ക് 20,000 ലാഭം.